എടി രാധേ, ആ വിശറി കിട്ടിയില്ലേ നിനക്ക്? ഇവള് ഏത് അടുപ്പിൽ പോയിരിക്കുക ഓരക്കട മൂട്. ദേ വന്നു. എടി നീ ആ ഫോൺ ശരിക്കാണോ വെച്ചിരിക്കുന്നത് നോക്കിയോ? നോക്കി മാധവേട്ടാ, അത് ശരിക്കെന്നെയാ. ഇനി അത് ചത്തിരിക്കോ മറ്റോ ആണോ? അല്ല മാധവേട്ടാ, ഷീല ഇപ്പൊ ബാബൂട്ടിനെ വിളിച്ചല്ലേ ഉള്ളൂ അതിന്ന്. പിന്നെ ഈ നേരായിട്ടും അവൻ എന്താ എന്നെ വിളിക്കാത്തെ? വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കാൻ. അങ്ങനെ ഇപ്പൊ തീ തിന്ന് ആരും ഇവിടെ വയറ് നിറയ്ക്കണ്ട. കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. മാധവേട്ടന്റെ ഫേവറേറ്റ് കൂട്ടാനാ മുതിരപ്പുഴുക്ക്. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ. എന്നാ പിന്നെ ഞങ്ങൾക്കും വേണ്ട. ബാബൂട്ടിന് തന്നെയാവും. മാധവേട്ടനെന്നും മൂക്കിൻ തുമ്പിലാണ് കോപം. ഇതെന്തെവിടെ വെട്ടം വിളിച്ചൊന്നില്ലേ? അതിനല്ലേ സാറിനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ. ഓ ശരി മാഡം. എന്തുട്ട മാധവേട്ട കംപ്ലൈന്റ്? എടാ, അവൻ ഈ നേരം വരെയായിട്ടും ഈ കുടുംബത്തേക്ക് വിളിച്ചിട്ടില്ല. ഇന്ന് അവൻ ആ കൊച്ചിനെയും വിളിച്ചിട്ടില്ല. എന്തൊരു കഷ്ടാണെന്ന് നോക്കി. 4-5 ദിവസം എന്നെ വിളിച്ചിട്ട് 2 ദിവസമായിട്ട് വാട്സപ്പിലും കണ്ടില്ല. എന്ത് ഷാപ്പെന്ന്? ഷാപ്പല്ല മാധവേട്ട, വാട്സാപ്പ്. ന്യൂ ജനറേഷനാ. ഓ, എനിക്കിതൊന്നും അറിയില്ല. ഇനിയിപ്പൊ ഈ വയസ്സാവാൻ കാലത്താ ഓരോ ആപ്പ്. നീ ഒന്ന് വേഗം പോയി നോക്കി എന്റെ ബാബു. ഇവിടെ പോയി ആ ട്യൂബ്ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തതാ, അതോടെ എല്ലാം പോയി. ഷീലേ, നീ പോയൊരു തോട്ടിങ്ങടെ അടുത്തേ. എടി ഇരുമിന്റെ വേണ്ടട്ടാ. വെറുതെ അല്ല നീ സ്വിച്ച് ഇട്ടപ്പോ എല്ലാം അടിച്ചു പോയത്. ഹൈ വോൾട്ടേജ് അല്ലേ? ഈ വോൾട്ടേജ് താങ്ങാൻ പറ്റാത്തോണ്ടായിരിക്കും മൂപ്പരിട്ടിട്ട് പോയതല്ലേ? നമ്മൾ പാവങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോക്കട്ടെ മാഷെ. സ്വന്തം എന്ന് പറയാൻ ഇങ്ങനൊരു വീടെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ. അത് തന്നെ ഭാഗ്യം. ഞാൻ ചുമ്മാ പറഞ്ഞാടി, സോറി. നീ ചോദിച്ചു. ഈ പെൺകുട്ടികളുടെ മനസ്സും കുംഭമാസിലെ നിലാവ് ഒരുപോലാണെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ? ഇത് തന്നെ കെടുവപ്പം. കരഞ്ഞേട്ടോ ഇപ്പൊ ശരിയാക്കിയ ഇതിപ്പോ ഞാൻ എപ്പറ്റി കുത്തിയേ. മാധവേട്ടോ, ഇതിങ്ങനെ വെച്ചാലേ KCB-കാരെന്നെ പിടിച്ച് റോസ്റ്റ് ചെയ്യും. നാളെ ലൈൻമാനും കൊണ്ട് വരാ, എന്നിട്ട് ശരിയാക്കട്ടാ. അപ്പൊ പിന്നെ അത് മതി. അല്ല, KCB-കാരൊന്ന് ഈ ലൈൻ ശരിയാക്കിയ നമ്മുടെ ലൈൻ കട്ടാവില്ലേ? ഓ, അപ്പൊ വെറുതെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ ലൈൻ കട്ടാവണല്ലേ? മനസ്സിലായില്ലേ? ഒന്നുകൂടെ കുത്തി നോക്കിയാലേ. വേണ്ട, എനിക്ക് KCB-കാർ വഴക്ക് പറഞ്ഞാലേ. നീ വിട്ടോ പോയിക്കോ. എന്തപ്പ കുട്ടികളൊന്നും കാണില്ലല്ലോ.